നമസ്തേ. ശ്രീ വിശ്വനാഥൻ ഗുരുകുലം മായങ്കാവ് ദേവസ്ഥാന കളരി അദ്ദേഹം രചിച്ച ശ്രീമദ് വിഷ്ണുമായ പുണ്യപുരാണം എന്ന ഗ്രന്ഥത്തിലെ അധ്യായം 7 അധസ്ഥിത വർഗത്തോടുള്ള തമ്പുരാന്റെ ക്രൂരത എന്ന ഭാഗത്തിന്റെ തുടർഭാഗം 63-ാം ദിനത്തിൽ കേൾക്കുക. കണ്ടനും മാണിക്കനും നല്ല സുഹൃത്തുക്കളായിരുന്നു. സുന്ദരിയായിരുന്ന കണ്ടന്റെ ഭാര്യയും മകളും, എന്നാൽ തൻ്റെ വേണ്ടപ്പെട്ട ഭൃത്യൻ്റെ ഭാര്യയല്ലേ എന്ന് കരുതി തമ്പുരാൻ പല പ്രാവശ്യം തങ്കിപ്പെണ്ണിനെ വെറുതെ വിട്ടു. എന്നാൽ കണ്ടൻ്റെ ഭാര്യയെ പങ്കോരന് കിട്ടണമെന്ന് അതിയായ മോഹമുണ്ടായിരുന്നു. പല പ്രാവശ്യം കണ്ടൻ പങ്കോരനോട് താക്കീത് നൽകി, എൻ്റെ ഭാര്യയെക്കുറിച്ച് നീ എന്തിന് തമ്പുരാനോട് ആവർത്തിച്ച് പറയേണ്ട കാര്യം എന്താണ്? ഇനി നീ അത് ആവർത്തിച്ചാൽ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് വിള്ളൽ സംഭവിക്കും. അത് പറഞ്ഞ് കണ്ടൻ അവിടെ നിന്നും പുറത്തേക്ക് പോയി. ഈ ഒരു അവസരം പങ്കോരൻ ശരിക്കും മുതലെടുത്തു. തമ്പുരാനോട് കണ്ടൻ പറഞ്ഞ കാര്യങ്ങൾ വിപരീതമായി പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. എന്നാൽ വിഷ്ണുമായ ഭക്തയാണ് കണ്ടന്റെ ഭാര്യ. കണ്ടനും മാണിക്കനും സത്യസന്ധനും ആത്മാർത്ഥതയുള്ളവരാണ്. എന്നാൽ കുഞ്ഞിരാമനും മാക്കുണ്ണിയും ഇരുവഞ്ചിയിലും കാലിട്ട് സഞ്ചരിക്കുന്നവരാണ്. കണ്ടനും മാണിക്കനും പറയുമ്പോൾ അവർക്കൊപ്പം തമ്പുരാനും പങ്കോരനും പറയുമ്പോൾ അവർക്കൊപ്പം നിലകൊള്ളുന്ന സ്വഭാവമാണ് കുഞ്ഞിരാമനും മാക്കുണ്ണിയും. കണ്ടനും ഭാര്യ തങ്കിപ്പെണ്ണും നിറഞ്ഞ വിഷ്ണുമായ ഭക്തരാണ്. പട്ടേരി തമ്പുരാൻ ഉള്ളതിനേക്കാൾ ഒരുപാട് കാലം മുമ്പ് തന്നെ കണ്ടന്റെ അച്ഛനായ ചെന്താമരാക്ഷന് ഒത്തിരി നിലങ്ങളും കൃഷിയിടങ്ങളുമുണ്ട്. അവിടെയെല്ലാം കൃഷി ചെയ്യുന്നത് മലയന്മാർ തന്നെ. ആ മലയന്മാരെല്ലാം സുഖമായും സന്തോഷത്തോടെയും അവിടെ കഴിയുന്നു. എന്നാൽ തമ്പുരാക്കന്മാരുടെ പണിയാളന്മാരെല്ലാം പണി കൊടുക്കുന്ന രീതി തന്നെ വളരെ ആസൂത്രിതമായാണ്. തമ്പുരാക്കന്മാരുടെ കാട് പിടിച്ചു കിടക്കുന്ന കൃഷിയിടത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ പണിയാനും കുടുംബത്തിന് കുടിൽ കെട്ടി താമസിക്കാൻ ഒരിടം നൽകും. കപ്പകൃഷിയും വാഴക്കൃഷിയും ചേമ്പ്, കാവത്ത്, കാച്ചിൽ എന്നുവേണ്ട എല്ലാ തരത്തിലുള്ള കൃഷിയും ഇറക്കി വിളവെടുക്കാൻ സമയമാകുമ്പോൾ അതിനുള്ള അവസരം നൽകാതെ പണിയാനെയും കുടുംബത്തിനെയും തൻ്റെ കാട് പിടിച്ചു കിടക്കുന്ന മറ്റൊരിടത്തേക്ക് മാറ്റൂ. അന്നൊക്കെ തിരുവായിക്ക് എതിർവായില്ലാത്തതുകൊണ്ട് പണിയാളന്മാരെല്ലാം അവിടെ നിന്നും കെട്ടുകെട്ടിയും പെറുക്കി തമ്പുരാൻ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരിടത്തേക്ക് പോകും. അതിനായി തമ്പുരാന് ഏറ്റവും അധികം കൂട്ടുനിന്നിരുന്നത് പങ്കോരനായിരുന്നു. എന്നാൽ കണ്ടനും മാണിക്കനും അതിനെതിരാണ്. ഇതുപോലെ പല പ്രാവശ്യം മാണിക്കനെയും തമ്പുരാൻ്റെ കൃഷിയിടങ്ങൾ മാറ്റിക്കൊടുത്തു. ഒരു നാൾ മാണിക്കൻ കണ്ടനോട് പറഞ്ഞു, കണ്ട, ഞാൻ മടുത്തു. എൻ്റെ പ്രായപൂർത്തിയായ 2 പെൺമക്കളെയും വയസ്സായ അമ്മയെയും കൊണ്ട് ഇങ്ങനെ അലയാൻ വയ്യ. കണ്ടൻ പറഞ്ഞു, മാണിക്ക, നീ പൊന്നുണ്ണി വിഷ്ണുമായോട് അപേക്ഷിക്കൂ. നിന്റെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും അവസാനിക്കും. അതിനുള്ള വഴി കണ്ടൻ മാണിക്കനോട് ചൊല്ലിക്കൊടുത്തു. അഭിമാനിയായ മാണിക്കൻ സന്തോഷത്തോടെ കണ്ടൻ ചൊല്ലിക്കൊടുത്ത വിഷ്ണുമായ മന്ത്രങ്ങൾ ഹൃദ്യസ്ഥമാക്കി. നന്ദി, നമസ്കാരം. തുടർന്ന് കേൾക്കുക.